എഴുത്തുകാരൻ കുരീപ്പുഴ ശ്രീകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകുമാർ മലയാളിയെ ആഴത്തിൽ സ്പർശിച്ച ഇതിഹാസ സാഹിത്യകാരനാണ് വിട നൽകിയിരിക്കുന്നത്. എങ്ങനെ അദ്ദേഹത്തെ ഓർക്കുന്നു? വ്യാസന്റെ മൗനങ്ങളെ പൂർത്തീകരിച്ച മഹാകവിയായിരുന്നു എം.ടി. വാസുദേവൻ. സാധാരണ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ വായിക്കുന്ന പോലെ അല്ല രണ്ടാം ഊഴം നമ്മൾ വായിച്ചത്. ഭീമൻ അതിനകത്ത് ഒരു അസാധാരണ കഥാപാത്രമായി മാറുകയായിരുന്നു. മറ്റൊന്നുള്ളത് കവികളോട് അദ്ദേഹം കാണിച്ചിരുന്ന സ്നേഹവും മമതയും ബഹുമാനവും. അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായിട്ടാണ് തുഞ്ചൻ പറമ്പ് ഈ രീതിയിൽ വളരെ മാറ്റങ്ങളോടുകൂടി നിലനിൽക്കുന്നത്. തുഞ്ചൻ പറമ്പിൽ എം.ജി. വരുന്നതിന് മുൻപ് ഞാൻ പോയിട്ടുണ്ട്. വളരെ ചെറിയ ഒരു എഴുത്തച്ഛൻ്റെ കുടിലും ചെറിയൊരു ഓഡിറ്റോറിയം മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇന്ന് എഴുത്തുകാർക്ക് ചെന്ന് താമസിച്ച് രചന നിർവഹിക്കാൻ പാകത്തിന് ക്വാർട്ടേഴ്സോട് കൂടിയ വലിയ ഗവേഷണ സാധ്യതകളുള്ള വലിയ ഒരു സ്ഥാപനമായിട്ട്, വിദ്യാ കേന്ദ്രമായിട്ട്, വിജ്ഞാന കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാൻ എം.ഡിക്ക് സാധിച്ചു. അത് അദ്ദേഹത്തിന് എഴുത്തച്ഛനോട് ഉള്ള ഏറ്റവും വലിയ ബഹുമാനമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അക്കിത്തത്തെക്കുറിച്ചും കക്കാടിനെ കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കവികളോട് അദ്ദേഹം കാണിച്ചിരുന്ന ബഹുമാനം എത്ര വലുതായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. മറ്റൊന്നുള്ളത്, ഈ വർത്തമാനകാലത്ത് പോലും ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യം, നിർമ്മാല്യം പോലെ ഒരു സിനിമ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ചോദ്യത്തിന് കാരണം? നിർമ്മാല്യത്തിൽ പി.ജെ. ആന്റണിയെ കൊണ്ട് അദ്ദേഹം പി.ജെ. ആന്റണി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കൊണ്ട് അദ്ദേഹം ചെയ്യിപ്പിക്കുന്നത് ഭഗവതിയുടെ മുഖത്തേക്ക് രക്ഷിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഭഗവതി രക്ഷിക്കില്ല എന്ന് ബോധ്യമായപ്പോൾ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് ഇക്കാലത്ത് എഴുതാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മുടെ സാംസ്കാരിക വേദികളിൽ ഉയർന്ന് നിൽക്കുകയുണ്ടായി. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സിനിമ അല്ലെങ്കിൽ അതിലെ നിലപാട് ഉയർത്തിയ യുക്തിബോധത്തിന്റെയും തിരിച്ചറിവിന്റെയും വലിയൊരു പ്രപഞ്ചം, അതെല്ലാം എം.ടി. നമുക്ക് തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പാട്ട് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കാക്കാലും കളിവെച്ചൻ കണ്ണു തുറന്നുറങ്ങുന്നു എന്നുള്ള പാട്ട് മലയാളത്തിൽ അങ്ങനെ ഒരു സമീപനം വേറെ ഒരു ലളിത ചലച്ചിത്ര ഗാനത്തിനും ഇല്ല. എല്ലാ മേഖലകളിലും ഒരുപോലെ നക്ഷത്ര ശോഭയോടെ നമ്മളപ്പം ഉണ്ടായിരുന്ന കവിയെന്ന് തന്നെ പറയാവുന്ന, മഹാകവിയെന്ന് തന്നെ പറയാവുന്ന വലിയ മനുഷ്യനായിരുന്നു എം.ടി. വാസുദേവൻ നായർ. തീർച്ചയായിട്ടും എൻ്റെ ഒരു പുസ്തകം അദ്ദേഹം കോഴിക്കോട്ട് വെച്ച് അജയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തത് ഞാൻ ഓർമ്മിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് മുൻപ് മാതൃഭൂമിയിലുണ്ടായിരുന്ന ഒരു പത്രാധിപർ വളരെ ധിക്കാരത്തോടെ തിരുത്തിയ എൻ്റെ ഒരു കവിത ശരിയായ രൂപത്തിൽ പിന്നീട് പ്രസിദ്ധീകരിക്കാനും അദ്ദേഹം തുനിഞ്ഞു എന്നുള്ളതും എനിക്ക് അദ്ദേഹത്തോടുള്ള വലിയ കടപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. മലയാളത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ആ നഷ്ടത്തിനപ്പുറത്തുള്ള ഏറ്റവും വലിയ നേട്ടമായി മലയാളമുള്ള കാലത്തോളം നിലനിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ.